ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ഈസി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തൂരപ്പരിപ്പ് ഇടാതെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പം ഒരു ചട്ടിയിൽ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ വെള്ളിരി എടുത്തിട്ടുണ്ട്, കോവക്ക എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. വെണ്ടക്ക ഒഴിച്ച് നമുക്ക് ബാക്കിയെല്ലാം എടുക്കാം. ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പുളിയുടെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. കഷ്ണങ്ങൾ ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം. ഈ കഷ്ണങ്ങൾ വേകുന്നതോടൊപ്പം തന്നെ കുറച്ച് തക്കാളി, സവാള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി. പുളി കുറച്ച് ഒഴിച്ചിട്ട് തക്കാളി ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടുക. തക്കാളി ഇല്ലെങ്കിൽ ഒരെണ്ണം എടുക്കുക, പുളി ഇടുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസൃതമായിട്ടിടാം. അപ്പം ഞാനിവിടെ ഒരു ചെറിയ തക്കാളി 2 എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 5-6 അല്ലി എടുത്തിട്ടുണ്ട്, ഒരു സവാള ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഇടുകയാണ്. നമ്മുടെ വെന്തുകൊണ്ടിരിക്കുന്ന കഷ്ണത്തിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യാം. ഇത് നല്ലോണം വേകാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിനൊരു പൊടി റെഡിയാക്കണം. മസാല പോലത്തെ പൊടി, അതായത് സാമ്പാർ പൊടി റെഡിയാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പൊടിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഉണക്കമുളക് ഞാനിവിടെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ ജീരകം, മല്ലി. ഞാനിവിടെ മല്ലിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മല്ലിപ്പൊടി എടുക്കാം. ഈ വറ്റൽമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി എടുക്കാം. ഇത് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാൻ പോകുന്നു. ഇത്രയും ഐറ്റം നമ്മൾ എടുത്ത് വെച്ചിരുന്നതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ചെറുതായിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടി ഇടുവാണെങ്കിൽ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി ഇട്ടാൽ മതി. ഡ്രൈ റോസ്റ്റ് ചെയ്തത് നമ്മുടെ മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ആദ്യം ഇത് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് 2 ഐറ്റം കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. കുരുമുളക് പൊടിയും കായം പൊടിയും, അതും കൂടെ ആഡ് ചെയ്യാം. നമ്മളിവിടെ കുരുമുളക് പൊടിയും കായം പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം പൊടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വരാം. നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ സാമ്പാറിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാം പൊടിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കഷ്ണങ്ങളിൽ അരപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കട്ടിയായിട്ട് ഇരിക്കും. ഇതിനകത്ത് തൂരപ്പരിപ്പ് ആഡ് ചെയ്തിട്ടില്ല, സാമ്പാർ പരിപ്പ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, സാമ്പാർ പൊടി ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ അരച്ച വറുത്ത് പൊടിച്ച ആ പൊടി മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. കണ്ടോ, നല്ല തിക്കായിട്ട് വരും. നമ്മൾക്ക് കടുക് വറുത്ത് ഇടാനായിട്ട് വേണ്ടത്: എണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില, കുറച്ച് വെണ്ടയ്ക്ക, ഇതെല്ലാം നല്ലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാം. വറുത്തിടാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം വെണ്ടക്ക
വെണ്ടയ്ക്ക, ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില. ഇത് നല്ലോണം ഒന്ന് വെണ്ടയ്ക്ക ഒന്ന് ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതെടുത്ത് നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് താളിച്ചിടാം. നമ്മുടെ ഇവിടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ റെഡിയായി. അല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കുകയാണ്. നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ റെഡിയായിരിക്കുകയാണ്. ഇനി താളിച്ചിടാം. നമ്മൾ താളിച്ച് ഇട്ട് കഴിഞ്ഞ് ഇട്ട ഉടനെ തന്നെ നമ്മൾ അടച്ച് വെക്കണം കേട്ടോ. അതിൻ്റെ മണം പോവാതിരിക്കാൻ വേണ്ടിയാണ് അടച്ച് വെക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ സാമ്പാർ പൊടി ഇട്ടിട്ടില്ല, തോരപ്പരിപ്പും ഇട്ടിട്ടില്ല, സാമ്പാർ പരിപ്പും ഇതിനകത്തേക്ക് ഇട്ടിട്ടില്ല. അങ്ങനെയാണ് നമ്മളിത് സാമ്പാർ വെച്ചേക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് മതി ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. താങ്ക് യു.